പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ വീട്ടില് പുറത്ത് നമ്മുടെ പശുവിന്റെ തൊഴുത്തുണ്ടായിരുന്നേനെ നമ്മൾ മേക്ക് ഓവർ ചെയ്തിട്ട് കോഴിക്കൂടാക്കിയപ്പോൾ ആ പശു തൊഴുത്തായിരുന്ന സമയത്തുള്ള പുല്ലൂടുണ്ടല്ലോ, പശുവിന് പുല്ലിട്ട് കൊടുത്ത അത് വെറുതെ കിടക്കണേ നമ്മുടെ കോക്കു മരം വെട്ട ഒരു ദിവസം വന്നപ്പോൾ അവനാണ് പറഞ്ഞ അതിനെ നിങ്ങൾക്കൊരു അക്വേറിയമാക്കി മാറ്റിക്കൂടെ എന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ അതാക്കി മാറ്റുമ്പോഴത്തെ ഭംഗി അതൊക്കെ മനസ്സിലാലോചിച്ചിട്ട് അതിനെ കുറേ കാശൊക്കെ ചിലവഴിച്ച് ഇങ്ങനെ ആക്കിയപ്പോൾ ഇപ്പോഴത്തെ അതിൻ്റെ അവസ്ഥ ലൈറ്റ് ഇട്ടാലേ മനസ്സിലാവുള്ളൂ. അയ്യോ നോക്കിയേ, ഇപ്പോൾ ഒരു 4 ദിവസം മുന്നേ ഞങ്ങൾ വെള്ളം മാറ്റിയതാട്ടത്. ഇത് കണ്ട മീനുകളൊക്കെ കാണാണ്ട അതില്. ഇതാണ് അവസ്ഥ. ഗപ്പി കുട്ടികളുണ്ട്. കഴിഞ്ഞ വട്ടം ചേട്ടൻ വന്നപ്പോ പറഞ്ഞില്ലേ, മറ്റേ കുഞ്ഞുങ്ങളെ കണ്ടു, നമ്മുടെ കോഴിക്കാർപ്പ് പാറ്റിയതാണെന്ന് പറഞ്ഞിട്ട് പറ്റിച്ചു ഞങ്ങളെ. അങ്ങനെ പറഞ്ഞേ. ഗപ്പിന് ഇട്ടുണ്ടായിരുന്നില്ല, ഇതിന് അസോള ഇട്ട് കൊടുത്തപ്പോഴേ അസോളയുടെ കൂടെ പോകുന്നതാന്ന് തോന്നുന്നു ഗപ്പികള്. ഫ്രണ്ടില്. അപ്പൊ നമ്മള് ഫിഷ് ടാങ്ക് വീടിന്റെ ഉള്ളിൽ വെച്ചതായാലും പുറത്ത് വെച്ചതായാലും ഒക്കെ വർഷത്തിലൊരിക്കൽ അതൊന്ന് സർവീസ് ചെയ്യണം മൊത്തം. അപ്പൊ അത് നമ്മളുടെ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രിൻസ് ചേട്ടൻ വന്നേക്കാം. ഇപ്പൊ ഈ വെള്ളം ഇങ്ങനെ ആവാൻ കാരണം എന്താ വെച്ചാൽ ഇതിൽ 2 ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. ആ 2 ഫിൽറ്ററും കുറച്ച് നാളായിട്ട് വർക്ക് ചെയ്യണില്ലേ. അപ്പൊ ഫിൽറ്റർ വർക്ക് ആവാത്തോണ്ടാണ് വെള്ളം ഇങ്ങനെ. അല്ലാച്ചെങ്കിൽ ഇത് നല്ല ക്ലിയർ ആയിട്ട് തന്നെ എടുക്കുക. ഫിൽറ്ററിലത്തെ സ്പോഞ്ച് അതന്നെ, ഒരിക്കലും ആളുടെ അല്ല. അപ്പൊ ഇതിപ്പോ നമ്മള് ഫിറ്റ് ചെയ്തിട്ട് എത്ര നാളായി ഉണ്ടാവും? 1 കൊല്ലൊക്കെ കഴിഞ്ഞില്ലേ? 1 കൊല്ലൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇത് മൊത്തം ഈ മീനുകളൊക്കെ മാറ്റി ഇതിലിട്ടണ കല്ലൊക്കെ എടുത്ത് കഴുകി ക്ലീനാക്കി തിരിച്ചതിൽ തന്നെ വെച്ച് അങ്ങനെ ഒരു നല്ലൊരു പണിയുണ്ട്. മീനുകളെ മാറ്റണം ആയി തന്നെ. അപ്പൊ അതിന് വേണ്ടിട്ട് പ്രിൻസ് ചേട്ടൻ വന്നിട്ടുണ്ട്. പ്രിൻസ് ചേട്ടന്റെ അസിസ്റ്റന്റും വന്നിട്ടുണ്ട്. അസിസ്റ്റന്റ് എന്നാ മാറിക്കണേ. ഒരു ഗുണ്ട പോലെ നോക്കിയില്ലേ, ബോഡി ഗാർഡ് പ്രിൻസിനെ. ഇനി പൊക്കിക്ക, ഇനി തുടങ്ങാൻ കേട്ടാ. അപ്പൊ ലൈറ്റ് കെടുത്തി. ഇതാണ് 2 വർക്ക് ചെയ്യാത്തത് കണ്ട. അല്ല അത് 2 അല്ല, അതിന്റെ ഉള്ളില് മോട്ടർ ഉണ്ട്, അതാണ് വർക്ക് ആവാത്തത്. മോട്ടർ വർക്ക് ആവണില്ല. ആ മോട്ടറിൽ കൂടെ വെള്ളം വെള്ളം മാറ്റം ചേട്ടത്. ഇവിടെ വാൽവുണ്ട്, അത് തുറന്നാ മതി. അല്ലേ ചാവൂല ഓക്സിജൻ കുറച്ച് കൂടുതലുണ്ട് ഈ വെള്ളത്തില്. ഫിൽറ്റർ വർക്ക് ആവണില്ലെങ്കിലും ഇതിൽ എയറേഷന്റെ സാധനം വെച്ചിട്ടുണ്ട്, എയറേറ്റർ വെച്ചിട്ടുണ്ട്. അത് നന്നായി വർക്ക് ആവുന്നുണ്ട്, നല്ലോണം ബബിൾസ് വരും. അതുകൊണ്ട് വിറ്റങ്ങള് ഈ ഒരാഴ്ച ഫിൽറ്റർ വർക്ക് ചെയ്തില്ലെങ്കിലും ഇവര് സർവൈവ് ചെയ്തു മീനുകള്. അതും ഇല്ലാന്നുണ്ടെങ്കിൽ 2 ദിവസം ആകുമ്പോഴേക്കും മീനുകളൊക്കെ മോളിക്ക് വരും, പിന്നെ ചത്തു പൊന്താൻ തുടങ്ങും. നമ്മളിപ്പോൾ ഇത് കാണിക്കണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിലത്തെ ഫിഷ് ടാങ്കിന്റെ ആയാലും പുറത്തത്തെ അക്വേറിയത്തിന്റെ ആയാലും സർവീസിങ്, വെള്ളം മാറ്റൽ, ക്ലീനിങ് ഒക്കെ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യണേന്ന് ചോദിച്ചാൽ നമുക്ക് കമന്റ്സ് വരാറുണ്ട്. അതുകൊണ്ടാട്ടാ കാണിക്കണേ. ഞങ്ങളിത് എങ്ങനെയാ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ ഒരു വാൽവ് ഇത് വെച്ചിട്ടുണ്ട് പുറത്തന്നെ ആയതുകൊണ്ടേ. അപ്പൊ ഈ വാൽവ് ഇങ്ങനെ തുറന്നാ വെള്ളം കളയാം. എന്നിട്ട് ഇതിലേക്ക് തന്നെ കണ്ട ഒരു ടാപ്പ് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ അറിഞ്ഞോളും വെള്ളം. അങ്ങനെ ഇതിന് നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഉള്ളിലത്തേന് ഇത്തിരി പണിയുണ്ട്. ഉള്ളിലായതുകൊണ്ട് അതിന്റെ പൈപ്പൊക്കെ പുറത്തേക്കിട്ട് വെള്ളം കളയാനായാലും വെള്ളം നിറയ്ക്കാനൊക്കെ ഇത്തിരി പണിയുണ്ട്. അപ്പൊ അതായാലും നമ്മൾ വെള്ളം മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്ക്, അതായത് വർഷത്തിലൊരിക്കലെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഇട്ടേക്കണ പെബിൾസ് ഇല്ലേ, അതെല്ലാം അതും എടുത്ത് കഴുകി. അതിലൊക്കെ പൂപ്പലുണ്ടാവും ചെറുതായിട്ട്. ഉള്ളിലത്തേൽ അത്ര ഉണ്ടാവില്ല, പുറത്തേല് സൺലൈറ്റ് അടിക്കണോണ്ടാണ് ഇത്രയ്ക്ക് പൂപ്പല്. അപ്പൊ ഉള്ളിൽ അത്രയ്ക്ക് അഴുക്കുണ്ടാവില്ല, എന്നാലും ഉണ്ടാവും. അപ്പൊ അത് ഇപ്പോഴത്തെ ഇത് കാണുമ്പോൾ നമുക്ക് ഇതിന് വലിയ കുഴപ്പമില്ലെന്ന് തോന്നും. പിന്നെ ക്ലീൻ ചെയ്തിട്ട് അത് കാണുമ്പോഴാണ് മനസ്സിലാവുക, അതിന്റെ ഭംഗി കാണുമ്പോഴാണ് ആ മുന്നേ എന്തോ അഴുക്കയിലുണ്ടായിരുന്നു മനസ്സിലാവും. അപ്പൊ ഫിൽറ്ററിന്റെ പണി തുടങ്ങി, ഫിൽറ്ററിന്റെ മോട്ടറിന്റെ. മീനുകൾ ഇവിടെ കിടന്നിട്ട് കളിക്കാനാകുമ്പോഴേ വൈകുന്നേരം നല്ല രസം കാണാനായിട്ട്. ആ നല്ല ഭംഗിയുള്ള ആ നീല വെള്ളത്തില് ആ വെളിച്ചത്തിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കാനും നോക്കിക്കാനൊക്കെ ഇല്ലേ, മനസ്സിന് ഭയങ്കരമായ സന്തോഷം നൽകും. ആ സന്തോഷം നമ്മളെന്തിനെ കളയുന്നത്? സിനിമ കാണുമ്പോൾ മാത്രമല്ല സന്തോഷം കിട്ടുന്നത് അല്ലേ. മോഹൻലാലിന്റെ പടം ഇറങ്ങിയിട്ട് കണ്ട? എന്ന് എങ്ങീന്റെ പടം എന്നറിഞ്ഞ നല്ല അഭിപ്രായം. ദിവന്റെ ചേട്ടന്റെ പടം ഇറങ്ങിണ്ട്, മേനെ പ്യാർ കിയ, നിതിന്റെ. അത് ജോസിലുണ്ട്, പോയി കാണ്. ആവേശത്തിലത്തെ കുട്ടിയില്ലേ, ആവേശത്തിലത്തെ കുട്ടിയില്ലേ, ഇതിന്റെ ചേട്ടനാണ്.
ആവേശത്ത് വില്ലൻ കുട്ടിയില്ലേ ഉവ്വ് ഉവ്വ് ഉവ്വ്. അത് പിന്നെ ചേട്ടനാണ്. മനസ്സിലായ അവന്റെ പടാണ് അവരുടെ രണ്ടാമത്തെ പടം. രണ്ടാമത്തെ പടം. അവന്റെ വീട്ടില് വർക്ക് ചെയ്യുന്നത് ഞാനാ. ആരെ? ആവേശത്തിന്റെ കുട്ടിയിലെ വീട്ടില് രാമുന്റെ മോന്റെ. ആ കുട്ടിയല്ല, രാമു അതല്ല, അതല്ല അതിലത്തെ വില്ലൻ കുട്ടിയില്ലേ, ഒരു വില്ലൻ കുട്ടി. ഉയരം കുറഞ്ഞ ഹിപ്പി ചെറുതായി. അതെ, ആ കണ്ടിട്ടുണ്ടാവും. എന്തൊരു കഷ്ടം, പോപ്പുലറായി എന്നെ കണ്ടു. അത് കാണിച്ചു കൊടുക്കുക, ഫോണിൽ കാണിച്ചു കൊടുക്കുക. കാണിച്ചു തരാം. പടം കണ്ടിട്ടുണ്ടോ ആവേശം? പിന്നെ അവര് വീട്ടില് വർക്ക് ചെയ്യുന്നതല്ല ഞാൻ. മറ്റേ അതിലത്തെ ആ കുട്ടി മരുന്നൊക്കെ കഴിച്ചിട്ടേ അതാണോ? അല്ലല്ലോ. ഏത് കുട്ടിയുടെ കാര്യം പറയണ ഇയാള്? അതിശയനല്ല, ആവേശം ഫഹദ് ഫാസിലിന്റെ പടം. കുറെ ചെയ്യുന്നത് തേങ്ങമായിട്ടിട്ട് മനസ്സിലായില്ലേ? അല്ല ആ കോളേജിലത്തെ ഗാങ്ങിലത്തെ ലീഡർ ഇല്ലേ, അതന്നെ. മനസ്സിലായില്ലേ? പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടം അതല്ലേ. ആ പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന പടം തന്നെയാണ്. അപ്പൊ ആ ഈ ജോസിലത്തെ പടം പോയി കാണിച്ചു കൊടുക്കും. കാണാണ് ആള് സിനിമ ഭ്രാന്തനാ. അതെ. ആ തീർച്ചയായിട്ടും കാണാം. ഞാനേ അതിശയെന്ന് വിചാരിച്ച അതില് നമ്മുടെ ഒരു കുട്ടിയുടെ ആ അതറിയാം. അത് രാമുന്റെ വീട്. ആ ഞങ്ങള് അവരെ മറ്റേ ട്രാക്ക്. അതെ, കൊറേ കാറുകളില്ലേ അവരെ വീട്ടില്, കണ്ടമാനം കാറുകൾക്ക് മാത്രമായിട്ട് ഒരു ഗാരേജ് ഇങ്ങനെ നീണ്ടു നിവർന്ന് എടുക്കുന്നുണ്ട്. 5-10 കാറുണ്ടെന്നുണ്ടല്ലേ. ആ 8 വണ്ടിയുണ്ട്. പേരാമംഗലത്താണ് വീട്. അപ്പൊ ഒരു ക്ലീൻ ചെയ്യട്ടെ. ഇനി വർത്താനം പറഞ്ഞ് ബോറടിപ്പില്ല. ഇതേ മീനുകൾ കൊണ്ടുവന്ന് അരിക്കിരുന്ന് നോക്കിയാൽ നമ്മുടെ കോഴി കാർപ്പിനെ കോഴി കാർപ്പിനെ ഒരത്തിനെ എടുത്ത് ഞാൻ കാണിച്ചു തരാട്ടാ. ഇത് ഗർഭിണിയാണ്. പക്ഷേ നോക്കിയേ, ഭയങ്കര വണ്ണം. പ്രിൻസ് ചേട്ടൻ ഒരു ഞെട്ട്, ഗർഭിണിയാണോന്ന് ചോദിച്ചപ്പോ. ഞാനല്ല ഇതിന്റെ ഉത്തരവാദി പറയാൻ പറയുന്നില്ല. അതല്ല ആ 4 അതിന്ന് ചാടിച്ചെത്തു. പറഞ്ഞിട്ട് കാര്യമില്ല, മീനുകൾ ചാവും വരും പോവും. ചാടി ചാവണത് വെള്ളം മാറ്റുമ്പോഴേ ഇവര് പാനിക്കായിട്ട് ചാടണതാന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ അറിഞ്ഞില്ല. പിറ്റേ ദിവസമാണ് ഇവിടെ ചത്ത് ഉറുമ്പ് വന്നിട്ട് കിടക്കുന്നത് കണ്ടപ്പോളാ. പിന്നെ ഇന്നാള് ഫിൽറ്റർ വർക്കാവാണ്ടിരുന്നില്ല, ഒരു മറ്റേ ചെറിയ ഫിൽറ്റർ വെച്ചിട്ട്, അപ്പോഴും കുറെ എണ്ണം ചത്തുപൊന്തി. ഇപ്പൊ ചാവണൊന്നുമില്ല ചേട്ടാ. നിങ്ങൾ മീൻ പിടുത്തതിൽ ഭയങ്കര വിദഗ്ധരല്ലേ? വളരെ ഈസിയായിട്ട് പിടിക്കില്ലോ. സ്ഥിരമായിട്ട് നമ്മള് സർവീസിങ്ങും ഫിറ്റിംഗ് ആയിട്ട് നടക്കല്ലേ. അല്ല ഞങ്ങൾ പിടിക്കുമ്പോ എങ്ങനെ പറ്റില്ല? ഞങ്ങൾ വെള്ളം പറ്റിച്ചിട്ട് പിടിക്കുമ്പോഴാ പറ്റില്ല. അത് ചിലപ്പോ അതിന് സ്ക്രാച്ച് കംപ്ലൈന്റ് വരും. അങ്ങനെയുണ്ടല്ലേ? വെള്ളം പറ്റിച്ചാൽ പിടിക്കാൻ പാടില്ല. ഇവിടെ അവര് കല്ലൊക്കെ കഴുകി വൃത്തിയാക്കിട്ട് പിന്നെ ആ ഇതില്ലേ എയറേഷന്റെ സാധനങ്ങൾ ഇടുന്നിട്ടാ, പൈപ്പുകളൊക്കെ ഇട്ടിട്ട്. ചേട്ടൻ മോട്ടർ ശരിയാ? മോട്ടർ ശരിയുണ്ടാവും. പ്രിൻസ് ചേട്ടാ ഒരെണ്ണം 2 ശരിയാക്കാണ്ട് ഇവിടെ നിന്ന് വീട്ടില്ല ഞങ്ങള്. എഴുതി പറഞ്ഞ പോലെ. ഇനി അടുത്ത സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 നായ്ക്കളെയും കുളിപ്പിക്കാൻ പോകണം, നമ്മുടെ ചാർലിനെയും ഇമ്രാനെയും. അതിന് കുറെ സാധനങ്ങൾ സരിത് വാങ്ങിച്ചു വന്നിട്ടാ. മനുഷ്യന്മാർക്ക് പോലും ഇത്ര നല്ല സാധനങ്ങൾ.
അതിന് തെങ്ങുമായിട്ടാന്ന് പറയാ. ഞാൻ ഹെൽപ്പർ. അതേ കുളിച്ച് സുന്ദരനാവാൻ പോവാലേ. ഈ സാധനത്തിന്റെ പേര് പറഞ്ഞു കൊടുത്താ. ഇത് നമ്മള് മുന്നേ ഉപയോഗിക്കണ തന്നെ. അത് കഴിഞ്ഞു, വലിയ ബോട്ടിൽ കഴിഞ്ഞപ്പോ ഇപ്പൊ പുതിയത് വാങ്ങിച്ചത് നീം പ്ലസ്. പിന്നെ കൈമീട്ടിട്ട് ഉരച്ച് കഴുകാനുള്ള സാധനം, ഒരയ്ക്കാനുള്ള വേറെ സാധനം ഞാൻ വേറെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഞാനെന്താ ചെയ്യാന്നറിയാം, ഞാൻ സാധാരണ പണ്ടല്ല, ഞാൻ സാധാരണ ചകിരിയില്ലേ, നമ്മുടെ സാധാരണ ഈ തെങ്ങിന്റെ ചകിരി, അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ. പിന്നെ കുറെ സാധനങ്ങൾ ഒരു വാങ്ങിച്ചിട്ടുണ്ട്, കയ്യോറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഇവിടെ ഉള്ളത് തന്നെയാണ്, വാങ്ങിച്ചതല്ല. പിന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള വന്നിട്ടില്ലേ. അവിടെ കരച്ചിൽ തുടങ്ങും. ചാർലീനെ അവിടെ നയിച്ചു കൊണ്ടുവന്നു. ഭയങ്കരം കൊടുമഴയാണ് വരുന്നത്, കൊടുമഴ. നോക്കിയേ ആ ഫ്ലാറ്റിന്റെ മുകളിലൊക്കെ മേഘം. അത് ചെയ്യാനുള്ളതല്ല, അതിനുള്ള സാധനം വേറെ ഉണ്ട്, ബ്രഷ്. ആ വെള്ളം. ചാർലി മഴ വരുന്നുണ്ടല്ലോ ചാർലി, എന്തൊരു ചെയ്യാ? കുഴപ്പമില്ല, എന്തൊരു ചെയ്യാ? ഇവരെ ആഴ്ചയിൽ കുളിപ്പിക്കും. മഴ പെയ്യും, ഇത് തുടങ്ങി കഴിഞ്ഞിട്ട് ഇതിനെ നനച്ചിട്ട് നമ്മള് ഇതാക്കണ്ടി. ഒരു ചുക്കില്ല അവിടെ ഇഷ്ടംപോലെ തണൽ. ഈ മറ്റേ തണലല്ല, മറ്റേ സാധനം ഉണ്ട്, എന്നിട്ട് പറയാ മഴ കൊള്ളാത്ത സ്ഥലങ്ങൾ. മഴ ഉണ്ട് കുളിക്കാണ്ടിരിക്കാൻ പറ്റുമോ? അല്ല മഴ ഞാനും നനയണ്ടേന്ന്. നീ നനഞ്ഞോ? ഞാനും നനയുണ്ട്. ചേട്ടൻ തുടർന്ന് നനയണം, അതിന് നോക്കി നിക്കാൻ സ്ഥലമില്ല. അതുമീ കിടക്കാൻ ആൾക്ക് ഇഷ്ടം. ഒന്ന് നനയ്ക്കണം. വെള്ളം തന്നെ. കാറ്റാ കാറ്റ് കാറ്റ് കാറ്റാ. അല്ലേ മഴയല്ലേ വരണേ, സൗണ്ട് കാറ്റുണ്ട്. ഇത് മഴയാണോ കാറ്റാണോ എന്ന് അറിഞ്ഞിട്ട് അതിന്റെ മേലിൽ ഞാൻ വെള്ളം ഒഴിക്കണുള്ളൂ. പാവം വെള്ളം ഒഴിച്ചാലേ നനഞ്ഞ് നിക്കണ്ടേ. കാത്തിരിക്കൂ. മഴയാണെങ്കിൽ മഴയാണ്, മഴ മഴ മഴ. ഞാൻ എൻ്റെ വാക്ക് പിൻവലിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു ഷോർട്ട് ബ്രേക്ക്. ചാർലി, മഴ മാറിയിട്ട് നമുക്ക് കുളിക്കാം. മഴയാണെങ്കിലും ഇത് ഇവര് പണി നിർത്തിയിട്ടൊന്നുമില്ല, ഒരു ഭംഗി കൂട്ടുന്നുണ്ട്. കുറെ സാധനങ്ങൾ പുതിയതൊക്കെ വയ്ക്കുന്നുണ്ട്. നല്ല ചെടികൾ, പിന്നെ വേറെ ചെടി അതൊക്കെ വേണ്ട വെച്ചാ. കൊടയെടുക്ക്. അപ്പൊ ഉള്ളിലത്തെ നമ്മുടെ ഫിഷ് ടാങ്ക് കയറിയിരിക്കണ കണ്ട. ഇത് ഇപ്പൊ 4 വർഷമായി നമ്മള് റിനോവേഷൻ ചെയ്ത സമയത്ത് ഇത് വെച്ചിട്ടുള്ളതാണ്. അതിന്റെ ഈ 4 വർഷത്തിൻ്റെ ഉള്ളിൽ ഒരു വട്ടം മാത്രമാണ് ആള് വന്നിട്ട് സർവീസ് ചെയ്തിട്ടുള്ളൂ കേട്ടാ, അല്ലാണ്ട് ചെയ്തിട്ടില്ല. ഇപ്പൊ ചെയ്തിട്ട് ഒരു 2 കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പൊ അതെന്തായാലും ചെയ്യാൻ വന്ന സ്ഥിതിക്ക് ഇതും കൂടിയും ചെയ്യാന്ന് വിചാരിച്ചതിൽ ഇപ്പൊ കാണുമ്പോൾ ഇങ്ങനെ നമുക്ക് വലിയ അഴുക്കൊന്നും തോന്നില്ല. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിന്റെ മാറ്റം കാണുമ്പോഴാണ് മനസ്സിലാവുക. ആയാലും മീനുകളൊക്കെ മാറ്റി, അതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ മാറ്റി, വെള്ളമൊക്കെ മാറ്റിയിട്ട് ആ പെബിൾസ് ഒക്കെ എടുത്ത് കഴുകും അല്ലേ. എല്ലായിടത്തും വാഷ് ചെയ്തിട്ട് പുത്തം പോലെയാവും. ഒരു കള്ളമഴ വന്ന മഴക്കാര് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് മുഴുവൻ മഴയാവുന്നു. പക്ഷെ അത് പോയി ദേ വെയിൽ കുറിച്ചുപ്പന്നെ. അപ്പോൾ വീണ്ടും ഊരി വെച്ച ഗ്ലൗസ് എടുത്തിട്ടു. ജഗ്ഗു ഇപ്പതേ ചാർലിനെ അഴിച്ചോണ്ടിരും. വായോനെ അച്ചോ ചാർലി അവിടെ ഇമ്രാൻ മാത്രം വിളിച്ചോണ്ടോട്ട് എന്തോ കൊടുക്കുന്നുണ്ട് തിന്നാൻ. അതിന് ഇമ്രാൻ അവിടെ വന്നിട്ട് ഇടയ്ക്കൊരു നിലവിളി വരുന്നുണ്ട് ഇമ്രാന്റെ. ഇമ്രാനെ ഞാൻ അഴിച്ചുകൊണ്ടിരാം. ഇമ്രാൻ വിചാരിക്കും വല്ലതും തിന്നാൻ കൊടുക്കേണ്ടത് വിചാരിക്കും. ഇത് കാണുമ്പോ അയ്യോ. ആയുർവേദിക് ആണെന്നാണ് പറയുന്നത്. നീം പ്ലസ് ഹെർബൽ പെറ്റ് ഷാമ്പു ആണ്. പിന്നെ ഇതിന് മറ്റേ കുറെ ഇത് വെറ്റങ്ങളുടെ മേല് വരുന്ന കുറെ പ്രാണികൾ, പാൻ, അങ്ങനെ ഇങ്ങനെയുള്ള സാധനത്തിനൊക്കെ നല്ലതാ. പൊട്ട സ്മെല്ല് ഇല്ലാണ്ടിരിക്കാൻ അങ്ങനെ കുറെ കാര്യങ്ങൾക്ക് നല്ലതാണ് കേട്ടത്. ഇവർ കഴുകുന്നൊരു സ്ക്രബാണ്. എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ തേച്ച് നിൽക്കുന്നത്. പോരാ, നല്ല സ്മെല്ലതിൻ്റെ അല്ലേ ജഗ്ഗു? ജഗ്ഗു ചോദിക്കുന്നത് നമുക്ക് കുളിക്കാൻ പാടുന്നു. എന്തൊരു നല്ല മണാണ് നീൻ്റെ. ഇമ്രാൻ വരണ്ടാ. ഇമ്രാനെ ഞാൻ ലോങ്ങമ്മ കെട്ടി. ഞാൻ പിടിക്കണ വേണ്ടല്ലേ, കൂളായിട്ട് നിൽക്കണ്ടല്ലോ. ഇവരൊന്നും ഒരു കുഴപ്പമില്ല. കഴിഞ്ഞിട്ടാണ് ബിസ്ക്കറ്റ് തരാട്ടാ.
ചാർലിയെ അതിന് കുളിപ്പിക്കാനാണ് നിൽക്കുന്നത്. എടാ ഇതാണ് മറ്റേ ഈ ഡോഗ് ഷോയ്ക്ക് കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെയൊന്നും ഇരിക്കുക. അതിന് കുഴപ്പമില്ല. അവിടെ നോട്ടെ സിഡൗൺ. നമ്മുടെ റോട്ട് വീലറാണിത്. അത് ബുൾ മസ്തിഫ് അത് മിസ്റ്റർ ചാർലീസ്. ഇന്ന് മൊത്തത്തില് എന്താ പറയാ വൃത്തിയാക്കലാണ്, ക്ലീനിങ്. ഇനി ഓണം കഴിഞ്ഞിട്ടാ നിങ്ങളെ കുളിപ്പിക്കുള്ളൂ. മേലൊന്നും ചെളിയാക്കാണ്ട് നടന്നോളൂ. ഇവിടെ പിന്നെ അത്രയ്ക്കാണ്ട് ചെളിയില്ല. മഴ പെയ്യുമ്പോൾ മാത്രമേ ചെളി വരുന്നുള്ളൂ, അല്ലെങ്കിൽ കുഴപ്പമില്ല. ചാർലി വെറും 11.5 കിലോമീറ്ററിലോട്ടാ. പക്ഷെ ആള് ഭയങ്കര ചടുലതയാണ്. അതേസമയം നമ്മുടെ ഇമ്രാൻ 18-19 കിലോ തൂക്കണ്ട്. ഇനി തീവണ്ടി തൂക്കം വരും. ഇനിയും തൂക്കം വരും. അത് തീറ്റയിൽ മാത്രമാണ് ആളുടെ ശ്രദ്ധ. ചാർലി അങ്ങനെയില്ലട്ടാ. ചാർലിക്ക് തിന്നല് 2ാം സ്ഥാനത്തുള്ളൂ. അതന്നെ. ഭാഗ്യം മേല് മാത്രമായുള്ളൂ. വീട് കാവലാണ്. അല്ല മേലൊന്നും ഇല്ല. വീട് കാവലാണ് ആൾക്ക് മുഖ്യം. ഇവരെ പിന്നെ എന്തൊക്കെ ഗുണം വെച്ചിട്ടുണ്ടെങ്കിൽ ആഴ്ച കുളിപ്പിനാരനെ മണമെന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. പിന്നെ പാനുകളൊക്കെ മുന്നൊക്കെ കുളിപ്പിക്കുമ്പോ ആദ്യത്തോട്ടം കുളിപ്പിക്കുമ്പോ ഇങ്ങനെ പിന്നെ ദാസം പുറത്തേക്കും പോയി ഓടണൂല. അപ്പൊ കുളിപ്പിച്ചാലും കാര്യമില്ല. പുറത്തേക്ക് പോകണില്ല. പോവാത്ത കാരണം ആ കാലൊക്കെ പൊക്കി തരേണ്ട ആള്. നല്ല സുഖം ഉണ്ടാവും. നല്ല സുഖല്ലേ നോക്കിയ? നല്ല സുഖല്ലേ? നല്ല സുഖല്ലേറാ? ചാർലിയുടെ കുളി കഴിഞ്ഞു കേട്ടാ. നല്ല ഭംഗിയാ ചാർലി. കണ്ടാ എന്തൊരു വൃത്തിയായി നോക്കിയേ. ചാർലി അല്ലെങ്കിൽ സുന്ദരനാ. കാണാൻ നല്ല ഭംഗിയുണ്ട് ചാർലിക്ക്. എന്തെന്നില്ലാത്ത സന്തോഷം ചാർലിക്ക്. ഞാൻ അടുത്തത് ഇമ്രാനെ പിന്നെ തേക്കാനുണ്ട് കേട്ടാ. സൈസിലുണ്ടല്ലോ. എന്തൊരു ചെറുതായിരുന്നു അല്ലേ. ആ സമയത്ത് കുളിപ്പിക്കുമ്പോ കൈമ കടിക്കാൻ നോക്കി ഓടുന്നു. ചെറുതായിരുന്നപ്പോ മറ്റേ ഇതിന്റെ പോലെ കരയാ, മയിലിന്റെ പോലെ. ശരിക്കും മയിലിന്റെ പോലെ ആയിരുന്നു കരച്ചില്. നമ്മള് കാമറീനിയും മറ്റേവരെയൊക്കെ കുളിപ്പിച്ചോടുന്നു. ഞാൻ സാധാരണ സോപ്പ് കൊണ്ട് കുളിച്ചോടുന്നു. ശരിയാ. സാധാരണ നമ്മൾ കുളിക്കണ സോപ്പ് ഒരെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചകിരിയൊക്കെ ഇട്ട് അരച്ചിട്ട് നല്ല സുഖല്ലേ തേച്ച് തരുമ്പോ. വൃത്തിയായി. എപ്പോഴും കുളിപ്പിക്കണ ആരാണ് വലിയ ചെളിയില് കണ്ട. അപ്പൊ അത് കാരണം ഉണ്ടാ വെള്ള കളർ തന്നെയാ. അല്ലെങ്കിൽ എന്റെ മേത്ത് കുളിപ്പിക്കുമ്പോ ഇതിലും ചെളി ഉണ്ടാവും. കളറേ വെള്ളപ്പദത്തിനും കൂടിയും ഇതാവും. മേത്ത് അതുപോലും ഇല്ല. ഡീസന്റ് ആണ് ഇവര്. ഞാൻ പറമ്പിൽ കളിക്കണാരനെ എൻ്റെ മേത്ത് മണ്ണ് വരും. ഇങ്ങനെയില്ല. ഇവറ്റകളെ മേത്ത് അങ്ങനെയില്ല. ഇവറ്റകളെ ഇപ്പം കൈക്കോട്ട് കളിക്കാനൊന്നും പോകണില്ല. ഇവിടെ പിന്നെ ആകെ നമ്മള് പുല്ല് ഉദ്ദേശിച്ചത് അതെടുക്കാൻ പുല്ല് വിരിച്ചാരനെ ചെളി കുറവാണ്. ഫുള്ള് പുല്ലായില്ലേ. കുളിക്കണ്ടേ സുന്ദരനാവണ്ടേ. പതയൊക്കെ കളയണ്ടേ മേലത്തെ. ഫുള്ള് പത കളയണം. ഇല്ലേടാ
നോ നോ നോ. മതിയില്ലേ, കഴിഞ്ഞില്ലേ? ഒരു വട്ടം ഒന്നും കൂടി വെച്ചേ. വഴിക്ക് വീഴും. ആ പൊക്കോ, അവൻ്റെ അടുത്തേക്ക് ഒന്ന് പൊക്കോ. രണ്ടുപേരും ചുള്ളന്മാരായി. ഓണക്കുളി. ചാർലിയെ സുഖം തന്നെയല്ലേ? കുളിച്ചപ്പോൾ ഉഷാറായില്ലേ? ഇനി നമുക്ക് ഇവിടെ കിടന്ന് ഓടി കളിക്കണ്ടേ? ചേട്ടാ ഇവിടെ ഒരു ചരടേ ഇതിന്റെ മോളിൽ നിന്ന് കെട്ടിയിട്ട് കൊടുക്കണം. ആ ഇത് മോളിൽ കയറി പോയി നിറച്ച് പൂണ്ടാവും. പോലെ ആ മരത്തുമ്പിലേക്ക് കയറി പോയിട്ട് കേട്ടാ കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവര് ഓടിയിട്ടാന്ന് കൊണ്ടുപോയി. കണ്ട ഇതിന് പുതിയ ഇളകളൊക്കെ വരുന്നുണ്ട്. കണ്ട ഇനി ഇവർക്ക് ചോറ് കുറച്ച് കഴിഞ്ഞ് കൊടുക്കാം രണ്ടുപേർക്കും. അപ്പോഴേക്കും അവര് വേണമെങ്കിൽ ഒരു പിടി ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം ഒരു സന്തോഷത്തിന്. ആ പാത്രങ്ങൾ എവിടെ വരെ? അപ്പുറത്താ, ഞാൻ എടുത്തോണ്ടരാം. ഞാൻ കുളിക്കാൻ പോവാ. ആ നീ കുളിച്ചോ. നമ്മളെ കുറച്ച് നാളായിട്ട് നമ്മൾ തിന്നു ആരോ റൂട്ടും മറ്റേ ഈ ടൈഗർ ഇങ്ങനത്തെ ബിസ്ക്കറ്റുകളൊക്കെ കൊടുത്തു. അപ്പൊ എല്ലാവരും പറഞ്ഞു ഇങ്ങനത്തെ ബിസ്ക്കറ്റ് കൊടുക്കരുത്. നമുക്ക് അല്ല നമ്മുടെ ചേച്ചി മലപ്പുറത്തുള്ള ചേച്ചിയില്ലേ, ഷീല ചേച്ചി. ഷീല ചേച്ചിയാണ് എനിക്ക് മെസ്സേജ് ഇട്ടേ. നമ്മള് മനുഷ്യന്മാര് കഴിക്കണ ബിസ്ക്കറ്റിലുണ്ടാ ഷുഗറും മധുരല്ലേ, അത് ഇവർക്ക് പറ്റില്ലാന്ന്. ഇവർക്ക് അസുഖങ്ങൾ വരുന്നു. അപ്പൊ ഈ സാധനം കുറെ നാൾ കൊടുത്താലേ ഈ സാധനം ഒരു പെട്ടി വാങ്ങിച്ചു. ഇവർക്ക് പ്യുവർ പെറ്റിന്റെ ബിസ്ക്കറ്റ് ആദ്യം കൊടുത്തോടന്ന്, പിന്നെ ഇവരത് കഴിക്കില്ലയാ. പിന്നെ മറ്റേ പെഡിഗിരി വാങ്ങിച്ചു കൊടുത്തു. അതും ഇവർക്ക് കുറച്ച് നാളെ ഇപ്പൊ മടുത്തു. അപ്പോഴാണ് പിന്നെ നമ്മുടെ ആരോ റൂട്ടും ടൈഗറൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ തുടങ്ങി. ഇപ്പൊ ഈ സാധനം വാങ്ങിച്ചു കൊടുത്തു. ഇത് ഭയങ്കര ഇഷ്ടം ഇവർക്ക്. ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പിന്നാലെന്നാ പോവില്ല. സംഗതി നാടൻ നായ്ക്കൾക്ക് ആരും ഇതൊന്നും വാങ്ങിച്ചു കൊടുക്കില്ലേ? നമ്മുടെ അല്ല സാധാരണ നമ്മൾ പണ്ട് കാലം മുതലെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുണ്ടാണ് ബാക്കി ഭക്ഷണം നമ്മൾ കൊടുത്തോടന്നെ. പിന്നെ ഇത് ഈ ഇങ്ങനെ ബിസ്ക്കറ്റ് കൊടുക്കാൻ തുടങ്ങിയത് എപ്പോ തൊട്ടാന്നറിയോ? നമ്മുടെ ഷിബിനില്ലേ, അവൻ കൊണ്ടുവന്ന് തരും ബിസ്ക്കറ്റ്. അപ്പോഴാണ് ഇവിടെ സ്വർണ്ണപ്പണിക്ക് അവൻ മുകളിലുണ്ട്. അപ്പൊ അവൻ കൊണ്ടുവന്ന് തരും. അപ്പോഴാണ് ഇവർക്ക് കൊടുത്തു തുടങ്ങിയപ്പോഴാണ് ഇങ്ങനത്തെ സാധനം നമ്മള്. പിന്നെ അത് അവൻ എപ്പോഴും കൊണ്ടുവന്നേരം അവൻ്റെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പൊ അല്ലാത്തപ്പോ നമ്മൾ വാങ്ങിച്ചു കൊടുക്കാൻ തുടങ്ങി. നമ്മള് കൊടുക്കാൻ തുടങ്ങി കണ്ടപ്പോ ബാക്കിയുള്ളവരും വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെയാണ് നമ്മുടെ ഇവര്, അതായത് താമരയും ലോറയും ടൈസനൊക്കെ ഇങ്ങനത്തെ ബിസ്ക്കറ്റ് ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത്. അതിന് മുന്നത്തെ ടീമുകളൊന്നും അത് കണ്ടിട്ടില്ല. അവരെ മുന്നിൽ അങ്ങനത്തെ ചരിത്രവും ഇല്ല, ഒന്നുമില്ല. എന്നാലും ഫുഡ് എല്ലാവർക്കും നന്നായിട്ട് നല്ലോണം കിട്ടും. 6 വീടുണ്ടല്ലോ, പിന്നെ പണിസ്ഥലം ഉണ്ട്. അപ്പൊ ഇവിടെ നിന്നൊക്കെയുള്ള ഏത് വീട്ടിലെ എല്ലായ്പ്പോഴും ഇറച്ചിയും ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ എങ്ങനെയെങ്കിലും അവർക്ക് കിട്ടും എല്ലാ ദിവസവും. പാത്രം എടുപ്പായി കണ്ട നല്ല ചേട്ടൻ വെച്ച് കൊടുക്കും. കണ്ട ചാർലി പാത്രം നിൽക്കണു. ചാർലിന് പൂട്ടിയിട്ട കാരനാട്ടോ, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ അപ്പൻ അവന്റെ പാത്രത്തിന്റെ അവിടേക്ക് ഓടും. അത് കണ്ട അവന് പിന്നെ എത്ര കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്തേ, അപ്പോഴേക്കും അവന്റെ കലിയായി. ഇത് ഇഷ്ടായിട്ടുണ്ട്. ഇനി ഇതിപ്പോ എന്താവും അറിയില്ല. കുറച്ചു നാൾ കഴിക്കും, പിന്നെ ഇത് മടുക്കോ? ഇത് മടുക്കില്ല. ഈ സാധനം മടുക്കില്ല ഇവർക്ക്. ഇതിന് എത്ര വില? ഇത് കണ്ട 5 കിലോ ഉണ്ട്. ഇതിനധികം വിലയൊന്നുമില്ല. ആമസോണിന്ന് വാങ്ങിച്ചേ 700-800 അങ്ങോട്ട് ഉള്ളോ. വില തീയില്ല. അങ്ങനെ പ്രിൻസിനെ അടുപ്പാ. ഞാൻ കുളിക്കാൻ പോവാ. നീ കുളിക്കാൻ പോകാം. പണിയൊക്കെ കഴിഞ്ഞ് ഇവർ പണിയായുധങ്ങളൊക്കെ ഒതുക്കി തുടങ്ങി. അപ്പോൾ പുറത്തത്തെ നോക്കിയേ, മീനിട്ടിട്ടില്ല. ഇനി അതിൻ്റെ ഫിൽറ്ററിൻ്റെ ഉള്ളിൽ വെക്കണ സ്പോഞ്ച് ഉണ്ട്. ആ സ്പോഞ്ച് ക്ലീൻ ആക്കുക. അവർ സ്പോഞ്ച് എടുത്ത് കഴുകുക. എല്ലാം കഴിഞ്ഞു. വെള്ളം നിറച്ചു, പുതിയ ചെടികൾ വെച്ചു. പഴയ ചെടികൾ ഉണ്ടായിരുന്നതൊക്കെ പൂപ്പലൊക്കെ കളഞ്ഞ് കഴുകി, കല്ലൊക്കെ കഴുകി. കണ്ട കല്ലൊക്കെ നല്ല വെള്ള കല്ലായി, കറുപ്പ് കളറായിരുന്നു.
അതൊക്കെ മാറ്റി ഇതേ ഇപ്പൊ നല്ലത്. പിന്നെ ഫിൽറ്ററിന്റെ സാധനം ഇതൊക്കെ അച്ഛൻ ഉണ്ടാക്കിയിട്ടുള്ളതല്ല, അല്ല ഇത് ചേട്ടൻ ഉണ്ടാക്കിയിട്ടുള്ളതാ അല്ലേ. ഇനി മീനുകളെ അതിലേക്ക് ഇടാൻ പോവാണ് കേട്ടാ. മീനുകൾ ഇതേ ഇപ്പൊ ഇത്തിരി ഭംഗി കൂടുതൽ പോലെ തോന്നും നമുക്ക്. കറുത്ത പോലെയായിരുന്നു മീനുകൾക്ക് മൊത്തത്തിലേ എന്തുട്ടാ സംഭവിച്ചുകൊണ്ടിരിക്കണേന്ന് മനസ്സിലാവണില്ല. അവരെ വേറെ സ്ഥലത്തേക്ക് മാറ്റുന്നു, തിരിച്ചവരുടെ വീട്ടിലേക്ക് വന്നാലും ഈ വീടിന് എന്തു പറ്റി, ഇങ്ങനെയല്ലായിരുന്നല്ലോ ഞങ്ങളുടെ വീട്. നമ്മുടെ ഫ്രണ്ടിലത്തെ കുളത്തിൽ ആ സോള ഉണ്ടായിരുന്നേ, ആ സോള നിറഞ്ഞു തിക്കവും. അതിൽ ഗപ്പികളാ, അവർക്ക് അത് തിന്ന് തീർക്കാൻ പറ്റില്ലല്ലോ. അപ്പം അത് കുറേ വാരി ഇതിൽ കൊണ്ടിടും. ഇവർ നന്നായി തിന്നും. അപ്പം ആ ഒരു പ്രാവശ്യം അത് വാരി കൊണ്ടുവരണതിൽ പെട്ടിട്ടാന്നുകൊണ്ട് ഗപ്പികളിൽ 2-3 പെട്ടു. പിന്നെ ഞങ്ങൾ ഒരു ദിവസം വന്നപ്പോഴാണ് ഇതിൽ നിറച്ച് കുട്ടികൾ. അപ്പോൾ ഗപ്പി ഇതിൽ ഉള്ളത് നമുക്കറിയില്ലല്ലോ. നമ്മൾ കോഴിക്കാർപ്പ് പാറ്റിന്ന് വിചാരിച്ചിങ്ങനെ സന്തോഷിച്ചു. ഇനിയിപ്പോൾ കോഴിക്കാർപ്പുകളെ കൊണ്ടൊക്കെ നിറയും ഇതിലെന്ന് വിചാരിച്ചിട്ട് പിന്നെ മനസ്സിലായേ ഗപ്പികളാണ്. നമ്മൾ പണ്ട് വാങ്ങിച്ചിട്ടുള്ള കോഴിക്കാർപ്പുകളൊക്കെ നല്ല വലിപ്പം വന്നു. കല്ലുപ്പുണ്ട്. വാള 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 നനച്ചോളെ സമാധാനായി. ഈ ചേട്ടൻ ഈ വെള്ളം കൊണ്ടുകൊടുത്തിട്ട് എങ്ങനെ പണിയെടുക്കണേ? നമുക്ക് കാണുമ്പോ ബുദ്ധിമുട്ട് തോന്നാ. അതെ ശരി. നമുക്ക് ഈ വെള്ളം കൊണ്ടുകൊടുത്തിട്ട് ഇങ്ങനത്തെ പണികൾ ചെയ്യുന്ന കാണുമ്പോഴേ നമുക്ക് തന്നെ എന്തോ പോലെ തോന്നാ. അടുത്ത വാള അല്ല വാളയുണ്ട്. പലപ്പോഴും ഫിഷ് ടാങ്കിൽ നമ്മൾ മീനെ വളർത്തുന്നവർക്ക് കുറേശ്ശെ നാളെ നിൽക്കുള്ളൂ. അത് കഴിഞ്ഞ് മീനുകളൊക്കെ ചാവും. പിന്നെ ഒരു സ്റ്റെപ്പ് കുറേ എണ്ണത്തിന് വാങ്ങിച്ചിടും. പിന്നെ നമ്മുടെ സജീവൻ്റെ അവിടെയൊക്കെ അങ്ങനെയാണ്. പക്ഷെ നമ്മുടെ അവിടെ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതായിരിക്കും ഉപ്പിടണം. ഇതില്ലേ കല്ലുപ്പ്, ഇതിലിപ്പോൾ ഇത്രയും വെള്ളത്തിലേക്ക് ഒരു 1/2 കിലോ കല്ലുപ്പ് ഇട്ടു. ഇത്രയ്ക്കധികം വെള്ളത്തിലേക്ക് 1/2 കിലോ കല്ലുപ്പ് മതിയാവും. നമ്മുടെ ഉള്ളിലത്തേല് ഒരു ഗ്ലാസ്, ഒരു 3/4 ഗ്ലാസ്സൊക്കെ കല്ലുപ്പിടും ഉള്ളിലത്തേല്. അത്രയും വേണ്ട അല്ലേ? 3/4 ഗ്ലാസോളം. അപ്പം നമുക്ക് മീനുകൾ ചാവാറില്ല. അപ്പം ഞാൻ എന്നിട്ട് സജീവൻ്റെ അടുത്ത് അത് പറഞ്ഞു. അപ്പോൾ സജീവന് അതൊക്കെ പുതിയ അറിവാ, ഫിഷ് ടാങ്കിലൊക്കെ കല്ലുപ്പിടുമെന്ന്. നമ്മൾ ഈ ഇതൊക്കെ ശുദ്ധജലത്തിൽ ജീവിക്കണ മത്സ്യങ്ങൾക്ക് ഉപ്പിട്ട് കഴിഞ്ഞാൽ pH ശരിയാവാനും പിന്നെ ഇതിൽ വേറെ കുറെ ഫംഗസ് അണുക്കൾ അങ്ങനത്തെയൊക്കെ വരും. അതൊന്നും ഇല്ല, മീനുകളെ ബാധിക്കുന്ന കുറെ രോഗങ്ങൾ, അതൊന്നും ഇല്ലാണ്ടിരിക്കാനൊക്കെ ഈ കല്ലുപ്പിടണം. അധികം ആവരുത്, അതിനൊരളവുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഫിൽറ്ററിന്റെ 2 മോട്ടറുകളുണ്ട്. ഈ 2 മോട്ടർ, ഇവിടെ ഇരിക്കുന്ന മോട്ടറിൽ നിന്ന് വെള്ളം ഓണാക്കുമ്പോൾ വെള്ളം വന്നിട്ട് ഇതിലേക്ക് വീഴും. അപ്പം ഇതിൽ ഫിൽറ്റർ ചെയ്തിട്ട് അഴുക്ക് ഇതിലടിയും, എന്നിട്ട് നല്ല വെള്ളമായിട്ട് ഇതിലേക്ക് വീഴും. അതേപോലെ ആറ്റത്തും ഒരു മോട്ടർ വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വെള്ളം വലിച്ചെടുത്ത് ഇതിലേക്ക് വരും. ഇതിൽ നിറച്ച് സ്പോഞ്ച് ഉണ്ട്, ഇതിൽ ഫിൽറ്റർ ചെയ്തിട്ട് വെള്ളയിലേക്ക് വീഴും. അങ്ങനെ ഇത് നടന്നുകൊണ്ടിരിക്കും. അത് 2ഉം വർക്കാവുണ്ടായിരുന്നില്ല. ഓണാക്കിയ അപ്പം കാണാം. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മളിത് എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ഈ സ്പോഞ്ച് എടുത്ത് കഴുകണം. ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും ഇത് ഭയങ്കരമായിട്ട് അഴുക്ക് നിറഞ്ഞിട്ടുണ്ടാവും. പുറത്തത്തെ ഇതുകൊണ്ടാണ് കേട്ടാ. ഉള്ളിലത്തെ ഫിൽറ്ററിന്റെ സ്പോഞ്ചൊക്കെ നമുക്ക് ഒരു മാസമൊക്കെ കൂടുമ്പോൾ എടുത്ത് കഴുകിയാൽ മതി. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ പുറത്ത് ഉള്ള കാരണം വെയിൽ വരുന്നില്ല. നമ്മൾ ഷീറ്റ് നീട്ടി അടിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും പുറത്തുനിന്നുള്ള വെളിച്ചത്തിൻ്റെ ഒരു ഇത് വരുന്ന കാരണം ഇതിൽ പൂപ്പൽ നിറയുക. അപ്പം അതുകൊണ്ട് ഇത് നന്നായിട്ട് വെള്ളം പെട്ടെന്ന് പച്ച കളറാവും. അപ്പം ആ പൂപ്പൽ ഇതിലടിയും. അപ്പം ഇതെടുത്തിട്ട് നമ്മൾ കഴുകണം ആഴ്ചയിലൊരിക്കൽ. ഇതിനെ അടയ്ക്കാൻ പോവാ. മീനുകളൊക്കെ കുറച്ച് പാനിക്കായിട്ട് ഇതൊക്കെ കൂടി ഒരു മൂക്കിലാണ്. ഇവരിതിൽ നിന്ന് മാറ്റിയിട്ടു. എന്നിട്ട് പിന്നെ വീണ്ടും ഇതിലേക്കൊക്കെ ഇട്ടപ്പോഴും ഇവരാകെ പേടിച്ചിരിക്കുക. ഈ കവറിങ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ വെള്ളം മാറ്റണ സമയത്ത് ഇത്രയ്ക്ക് വെള്ളം അടിക്കാൻ പാടുള്ളൂ ഒരു ദിവസം. അങ്ങനെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരിതിൽ നിന്ന് ചാടും. ഈ കോഴിക്കാർപ്പൊക്കെ ചാടി ചാവും. അപ്പോൾ ഇത്രയ്ക്കാക്കി നിർത്തിയിട്ട് പിന്നെ ഒരു ദിവസം കഴിഞ്ഞിട്ട് ഇതുമായിട്ട് പരിചയമായി കഴിയുമ്പോഴാണ് വെള്ളം നിറയ്ക്കാൻ പാടുള്ളൂ നമ്മൾ. അല്ലെങ്കിൽ ചാടി ചാവൂറ്റങ്ങൾ ആത്മഹത്യ ചെയ്യൽ കൂടുതൽ അവർക്ക്. ഇപ്പൊ ഒക്കെ ഒരു മുക്കില് ഒരു സ്ഥലത്ത് തന്നെ കണ്ട ഒക്കെ പേടിച്ചിട്ടാ നിൽക്കണ്. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് ഇവര് ഇതുമായിട്ട് സെറ്റ് ആവും. കണ്ട ആൾക്കും എല്ലാതും പോയപ്പോ വന്ന മാറ്റം ഞാൻ പറഞ്ഞില്ലേ. നമുക്ക് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും വലിയ അഴുക്കൊന്നും ഇല്ലല്ലോ എന്ന്. പക്ഷെ
ക്ലീൻ ആക്കിയപ്പോൾ വന്ന ഭംഗിയുണ്ട് അതിൻ്റെ. ഇനി പുറത്തത്തെ രാത്രിയിലത്തെ വ്യൂ കാണാം. വൈകുന്നേരം നമ്മുടെ മനോഹരമാണെന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയുക, അതിശയോക്തി എന്താ പറയുക. ഇതൊക്കെ കുറച്ച് നേരത്തെ തീറ്റിട്ട് കൊടുത്തുന്നിട്ട് കണ്ടോ നമ്മളെ വന്നപ്പോൾ ഒക്കെ കൂടി. ഇപ്പം അവർ പേടിച്ചിട്ട് നിന്ന് തുടങ്ങും. അതൊക്കെ പോയിട്ടാ. ഇപ്പം ഏറ്റവും വിഷമത്തിൽ നമ്മുടെ സക്കറുകളാണ്. അവർക്ക് ഇഷ്ടംപോലെ തിന്നാൻ പൂപ്പലുണ്ടായിരുന്നു. ഇപ്പം അവർ ഇതെന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാവണില്ല. അവർ തപ്പി നടക്കുക. എവിടെ നിന്നും പൂപ്പല് കാണാനില്ല. നമ്മുടെ കോഴിക്കാർപ്പുകളൊക്കെ അടിപൊളിയിട്ടാ. വാള, കറുത്ത വാള, വെള്ളവാള എങ്ങടാ പോയത്? വെള്ളവാളകൾ നേരണ്ടെണ്ണോ. വെള്ളവാളകൾ അപ്പുറത്താണ്. അവർ ഉഷാറായി. അവർ നേരത്തെ ഞാൻ തീറ്റിട്ട് കൊടുത്തപ്പോൾ അതൊക്കെ വന്ന് തിന്നു. ഇപ്പം കാണുമ്പോഴേ ഒരു ഭംഗിയായി ഇങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ. അല്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഒന്നും കണ്ടോണമെന്നില്ല. ലൈറ്റ് ഇട്ടാലും കറുത്ത വെള്ളമായിട്ടേ ഇപ്പം അത് വൃത്തിയായി. ഞാൻ ലൈറ്റ് ഒന്ന് താത്തിയിട്ട് കഴിഞ്ഞില്ല. ഇപ്പം മുകളിലാണ് ലൈറ്റ് നിൽക്കണത്.